ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 1:30 മത്സരം. പ്രതിഭകളുടെ വൻ നിരയുള്ള ഫ്രാൻസും അത്യുധാനികളുടെ സ്ക്വാഡായ മൊറോക്കോയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം ഈ ലോകകപ്പിലെ ഏറ്റവും കനപ്പെട്ട മുഖാമുഖങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനു മുന്നിൽ നഷ്ടപ്പെട്ട കപ്പ് കൈപ്പിടിയിൽ ഒതുക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ഫ്രഞ്ച് പടയുടെ ഒരുക്കങ്ങൾ. മറുഭാഗത്ത് ഖത്തറിൽ നേടിയ സെമി ബർത്ത് ഇത്തവണ കിട്ടാതെ മടങ്ങില്ലെന്നുറച്ചാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരുടെ യുദ്ധപ്രഖ്യാപനം. ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ 2 ഗോളുകൾക്ക് തങ്ങളെ വീഴ്ത്തിയ ഫ്രാൻസിന് ചുട്ട മറുപടിയാണ് മൊറോക്കോ ലക്ഷ്യമാക്കുന്നത്. തങ്ങളുടെ 3ാം ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസ് ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലാണെന്നത് ശ്രദ്ധേയമാണ്. ഗോളടിക്കാനും അടിപ്പിക്കാനും കൽപ്പുള്ള വൻ നിരയുടെ നട്ടെല്ല് 7 ഗോളുകളുമായി ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയാണ്. മൈതാനത്ത് പറന്നു കളിച്ച് കളിമറയുന്ന മിഡ്ഫീൽഡ് താരം മൈക്കൽ ഒലീസയും ഹാട്രിക് നേട്ടത്തോടെ മിന്നും ഫോമിലുള്ള ഒസ്മാന ഡെംബലയും അടങ്ങുന്ന ഫ്രാൻസിനെ വീഴ്ത്തുക മൊറോക്കോയ്ക്ക് എളുപ്പമാകില്ല. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചും നോക്കൌട്ടിൽ നെതർലാൻഡ്സിനെ വീഴ്ത്തിയും കരുത്തരെന്ന് തെളിയിച്ചവരാണ് മൊറോക്കോ. പരിശീലകൻ മുഹമ്മദ് ഔഹാബിയുടെ തന്ത്രങ്ങൾ ഇന്ന് ഏറെ നിർണായകമാകും. ക്യാപ്റ്റൻ അഷ്റഫ് ഹക്കീമി, അസൈദിൻ ഔനാഹി, ഇബ്രാഹിം ഡയസ് തുടങ്ങിയവർ ഏതൊരു എതിരാളികളുടെയും പേടി സ്വപ്നം തന്നെ. സുരേഷ് എടപ്പാൾ, സ്പോർട്സ് ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്.